കൈയ്യുണ്ടാക്കാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാല് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ്. ഗ്രൗണ്ട് ഓർക്കിഡ് പിന്നെ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. കാരണം ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇതിന്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് കുറേ നാളത്തേക്ക് ഇതേപോലെ തന്നെ ഫ്ലവർ ഉണ്ടാവും, ഉണങ്ങാതെ വാടാതെ നന്നായിട്ടുണ്ടാവും. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പം ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ പോട്ടഡ് പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പം ഒരേപോലെ കുറേ പോലത്തെ ഫ്ലവർ ചെയ്യുന്ന ഒന്നോ രണ്ടോ മൂന്നോ നാലോ ചട്ടി ഒന്നിച്ച് വെച്ചാൽ മാത്രമേ അതിന്റെ ഭംഗി ഉണ്ടാവുകയുള്ളൂ എന്നാണ്. ഈ ഗ്രൗണ്ട് ഓർക്കിഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇതിനധികം വലിയ കെയറിങ് വേണ്ടാത്ത ഒരു പ്ലാന്റാണ്. വെറുതെ നട്ട് വെച്ചിട്ട് എപ്പോഴെങ്കിലും ഒന്ന് വളം ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിന്റെ ധാരാളം കുറെ കളേഴ്സ് ഉണ്ട്. ഇത് കണ്ടോ, പേർപ്പിളും വൈറ്റും കൂടി മിക്സ് ആയതാണ്. ഇത് കംപ്ലീറ്റ് പേർപ്പിൾ കളറാണ്. നോക്കിയേ, കംപ്ലീറ്റ് പേർപ്പിൾ കളറാണ്. പിന്നെ അതിന്റെ തന്നെ വേറൊരു ചട്ടിയാണിത്. ഇത് വൈറ്റ് കളറിലുള്ളതാണ്. ഇത് ഫ്ലവറൊക്കെ കൂടുതലായിട്ട് ഇത് ബെൻഡായതാണ് ഇതിന്റെ. ഇത് അതായത് ഫ്ലവറിന്റെ പീറ്റിയോൾ, അതായത് ഫ്ലവറിന്റെ സ്റ്റോക്ക് എപ്പോഴും തിന്നായിരിക്കും. അതുകൊണ്ട് കുറെ അധികം ഫ്ലവേഴ്സ് ഉണ്ടാകുമ്പോൾ ബെൻഡായി പോകും. അതിനെ താങ്ങൊക്കെ കൊടുത്ത് നിർത്തേണ്ടത് നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഒരു പ്ലാന്റ് നട്ടതാണിത്. കണ്ടോ, ഒറ്റൊരു പ്ലാന്റ് നട്ടേക്കാം ബഞ്ചായിട്ട് അതിന്റെ അടിയിൽ നിന്നൊരു ബൾബ് വന്നിട്ട് പുതിയ പ്ലാന്റ് ഇഷ്ടംപോലെ വന്നുകൊണ്ടേയിരിക്കും. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ ഇതിന്റെ പുതിയ പ്ലാന്റ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് വേരോടെ എടുക്കുക. അതായത് ഈ ബൾബ് കിട്ടുന്ന രീതിയിൽ എടുത്തിട്ട് നട്ട് വെച്ചാൽ മതിയാവും. ഇത് പുതിയ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പ്ലാന്റ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു മറ്റേ പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് വളർത്താൻ വളരെ എളുപ്പമാണ്, വളരെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ബാക്കി ഹാങ്ങിങ്, അതായത് വാൻഡ ഇനത്തിലുള്ള ഓർക്കിഡ്സ് ഒക്കെ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അധികം എപ്പോഴെങ്കിലും ചാണകവളം ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഉണങ്ങിയ ലീഫൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക. എന്തായാലും കുറെ ലീഫൊക്കെ ഉണങ്ങും. ഉണങ്ങിയ ലീഫൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പറിച്ചെടുത്ത് മാറ്റി കളയേണ്ടതാണ്. പറിച്ച് മാറ്റിക്കളയാ. പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് എല്ലാവരും അഭ്യർത്ഥിക്കാനുള്ളത്, എല്ലാവരും ഈ ഗ്രൗണ്ട് ഓർക്കിഡ് നിങ്ങളുടെ ഗാർഡനിൽ സെറ്റ് ചെയ്യണം. കാരണം അതിന് വലിയൊരു വർക്കില്ലാത്തൊരു പ്ലാന്റാണ്, പക്ഷെ നല്ല ഭംഗിയുള്ളതാണ്. ഇത് കണ്ടോ, ഇത് എല്ലാ ഹോൾ സീസണിൽ ഇതിന്റെ ഫ്ലവർ ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി കുറേ പഞ്ചൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നും വേരോടെ എടുത്തിട്ട് പുതിയ പ്ലാന്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും. എല്ലാവരും വീഡിയോ കാണുക, വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്